വിഷയമല്ല എന്ന് എല്ലാവർക്കും അറിയാം. മഹാനായ സയ്യിദ് അവറുകളുടെ ദുആയും അവിടുത്തെ നസീഹത്തും നാം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്താണെന്ന് മാത്രം 2 വാക്കിൽ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇവിടെ ഒരുപാട് പണങ്ങൾ ചെലവാക്കി, ഒരുപാട് ആളുകളുടെ സമയങ്ങൾ ചെലവഴിച്ച്, ഒരുപാട് പ്രയാസങ്ങൾ പെട്ട് എന്തിനാണ് ഇങ്ങനെയൊരു പരിപാടികൾ സംഘടിപ്പിക്കുന്നതും? ഈ ഒരു പരിപാടിയുടെ മെസ്സേജ് തന്നെ, ഇതിന്റെ ഉദ്ദേശം തന്നെ സസ്റ്റൈനബിൾ സൊസൈറ്റിയെ ഉണ്ടാക്കലാണ്. നോളഡ്ജബിൾ സസ്റ്റൈനബിൾ സൊസൈറ്റി എന്നതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ഇവിടെ അറിവുള്ളവർ ധാരാളമുണ്ട്, അറിവില്ലാത്തവർ ആരുമില്ല. പക്ഷേ ആ അറിവ് കൊണ്ട് ഇവിടെ സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടാകുന്നു? ഇവിടെ എഞ്ചിനീയർ ഉണ്ടാവണം, ഇവിടെ ഡോക്ടർമാർ ഉണ്ടാവണം, ഇവിടെ വലിയ സയന്റിസ്റ്റുകൾ ഉണ്ടാവണം, അതെല്ലാം അനിവാര്യമാണ്. പക്ഷേ കേവലം ഒരു അറിവ് ഉള്ളത് കൊണ്ട് ഈ നാടിന് വികസനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കേവലം ഒരു ഡോക്ടർ ആയതുകൊണ്ട് നമ്മുടെ മകൻ നാട്ടിലും നമുക്കും എല്ലാ സമയത്തും ഉപകാരപ്പെടുന്നവൻ ആയിക്കൊള്ളണമെന്നില്ല. മറിച്ച് അദ്ദേഹത്തിന് സ്പിരിച്വൽ ആയിട്ടുള്ള ബോധം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം നാട്ടിനും സമൂഹത്തിനും മാതാപിതാക്കൾക്കും അയൽവാസികൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നവരായി മാറുകയുള്ളൂ. നമുക്ക് എത്ര സംഭവങ്ങൾ കാണാൻ പറ്റും. എത്ര ഡോക്ടർമാരുണ്ട്, മാതാപിതാക്കൾ അവരുടെ വിഷയത്തിൽ വലിയ ടെൻഷനിലാണ്. മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും എല്ലാവരെയും ഇകഴ്ത്തി പറയുകയും അവർക്ക് ഒരു പുല്ലുവില പോലും കൊടുക്കാത്ത എത്രയോ സയന്റിസ്റ്റുകളെ നമുക്ക് കാണാം, ഡോക്ടർമാരെ നമുക്ക് കാണാം. മാതാപിതാക്കളെ കൊല്ലുന്നവരുണ്ട്, കൊത്തിക്കീറുന്നവരുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ആ കഴിവുകൾ ഉണ്ടാവുന്നതോടൊപ്പം സ്പിരിച്വലായി ആത്മീയമായ ബോധമുള്ള ഒരു നല്ലൊരു സമൂഹത്തെ ഉണ്ടാക്കലാണ് ഇതുപോലെയുള്ള ഫെസ്റ്റുകളുടെ ലക്ഷ്യം എന്ന് നാം എല്ലാവരും അറിയൽ വളരെ അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാം അതിന് വലിയ പ്രോത്സാഹനം നൽകുകയാണ്. നമുക്കറിയാം, ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ വാക്ക് ഇഖ്റ എന്നാണ്, വായിക്കണം എന്നാണ്. നിങ്ങൾ നന്നാവണം എന്ന് പറയാമായിരുന്നു, നിങ്ങൾ ഖുർആൻ ഓതണം എന്ന് പറയാമായിരുന്നു, നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറയാമായിരുന്നു. നാം ചിന്തിക്കണം, നിസ്കാരം അത് ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. നോമ്പൊരുക്കൽ ഫർളാണ്. ഹജ്ജ് ചെയ്യൽ കഴിയുന്നവർക്ക് അത് അനിവാര്യമാണ്. ഇങ്ങനെയിരിക്കെ, അതെല്ലാം ഉണ്ടായിരിക്കെ ജല്ല ജലാലായ അല്ലാഹു തആല ലോകത്തോട് ആദ്യം പറഞ്ഞ വാക്ക് ഇഖ്റ, നീ വായിക്കണം എന്നാണ്, നീ വായിക്കണം എന്നാണ്. തുടർന്ന് അല്ലാഹു തആല ആ സൂറത്തിൽ പറഞ്ഞത് അല്ലമ ബിൽ ഖലം, റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരെ പഠിപ്പിച്ചത് ഖലം കൊണ്ടാണ്, അഥവാ എഴുതണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വായിക്കുക, എഴുതുക, അതിലൂടെ ആത്മീയ ബോധമുണ്ടാവുക, അതിലൂടെ അല്ലാഹുവിലേക്ക് എത്തുക. എങ്കിൽ മാത്രമേ ഈ ഒരു സമൂഹം നാളെ ഈ ഒരു നാടിനും നമ്മുടെ രാജ്യത്തിനും ഇടീ ലോകത്തിനും ഉപകാരമുള്ളവരായി തീരുകയുള്ളൂ എന്ന നല്ലൊരു ബോധം നമ്മുടെ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവർക്കും ഉണ്ടാകൽ അനിവാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഒരുപാട് പേർ വലിയ പ്രയാസ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ അഷ്റഫുക്ക തന്നെ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമായി നമ്മുടെ നാട്ടിലെയും എന്നെല്ലാം നമ്മുടെ നാട്ടു രാജ്യങ്ങളുടെയും ഇന്റർനാഷണലും ഒരുപാട് പ്രോഗ്രാമുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം അല്ലാഹു തആല അദ്ദേഹത്തിന് വലിയ ബറക്കത്തും സന്തോഷവും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും മക്കളിലും ഭാര്യമാരിലും അല്ലാഹു വലിയ പുരോഗതിയും അല്ലാഹു സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വിദ്യാർത്ഥികൾക്ക്
ഈ പ്രോഗ്രാമിന് വേണ്ടി സമ്മാനം കൊടുക്കണം എന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ വലിയ പ്രയാസപ്പെട്ടുകൊണ്ടാണ് വളരെ ദൂരത്ത് മീറ്റിംഗ് പോയി അവിടെ നിന്ന് ഇതിന് വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നവരാണ്. അല്ലാഹു തആല അവർക്ക് വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിന് വേണ്ടി ഇനിയും ഒരുപാട് കഷ്ടപ്പെടാനും സഹായിക്കാനും ഓടി നടക്കാനും അല്ലാഹു വലിയ ആഫിയത്തും സമ്പത്തിൽ അല്ലാഹു വർദ്ധനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ സയ്യിദ് സബീഹ് അൻവാരി തങ്ങൾ നമുക്ക് വേണ്ടി ഇവിടെ ഉപദേശവും നിർദ്ദേശനങ്ങളും നസീഹത്തും ദുആവും നേതൃത്വം നൽകുന്നതാണ്. മഹാനായ സയ്യിദ് അവരുകൾ കീച്ചേരിയിൽ വലിയ ദർസിൽ മുദരിസായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും തൗഫീഖും വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ ഞാൻ ട്രോഫി വിതരണം ചെയ്തപ്പോൾ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി രാത്രി പകൽ വ്യത്യാസമില്ലാതെ കഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിലെ സുഹൃത്തുക്കൾക്ക് ഒരൽപ്പം വിട്ടുപോയിട്ടുണ്ട്, അവർക്ക് നൽകുകയാണ്. ഹസീബ്, സിദ്ദീഖ്, മജീദ്, സയ്യിദ്, അസറുദ്ദീൻ, അബൂ താഹിർ, നമ്മുടെ മീഡിയ, അദ്ദേഹത്തിനോട് നമ്മുടെ ഈ പരിപാടിയുടെ ചെറിയൊരു ആവശ്യം അറിയിച്ചപ്പോൾ വളരെ സ്നേഹത്തോടുകൂടെ വലിയൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൻസൂർ, അദ്ദേഹം നമുക്ക് നല്ലൊരു ബൈക്ക് നമുക്ക് ഇവിടെ സംഘടിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ടോക്കൺ ഓഫ് ദി ലവ് അത് വാങ്ങാനും അത് കൊടുക്കാനും വേണ്ടി സയ്യിദ് അവരുകളെയും വളരെ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മുടെ വേദിയിൽ നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് സഹകരിച്ച ഇർഫാനും അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദും അതുപോലെ തന്നെ SSF ഡിവിഷൻ നേതാവുമായ റാസി, അവരൊക്കെ ടോക്കൺ ഓഫ് ദി ലവ് സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. സയ്യിദ് അവരുകളെ അതിനെ വിതരണം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവരും പെട്ടെന്ന് വാങ്ങി സ്വീകരിക്കുക. ഇതിനുശേഷം സയ്യിദ് അവരുകൾ ദുആ ചെയ്തു തരും, നസീഹത്ത് ചെയ്തു തരും. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. الله أكبر ولله الحمد.